ദിലീപേട്ടൻ്റെയും ലാലേട്ടൻ്റെയും ജയറാമേട്ടൻ്റെയൊക്കെ പീക്ക് പെർഫോമൻസ് കണ്ട പടം. ഇവരെയൊക്കെ ഈ ലെവൽ എനർജിയിൽ ഇനി മറ്റൊരു ചിത്രം വരുമോ എന്നൊരു കാര്യം ഡൗട്ട് തന്നെയാണ്. ഞാൻ റീസെൻ്റ്ലി ആയിരുന്നു ഈ ഒരു പടം റീവാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഇതുപോലൊരു ഐറ്റം അല്ലേ ഞാൻ ബബബയിൽ പ്രതീക്ഷിച്ച് പോയിട്ട് കിട്ടാഞ്ഞത്. കാരണം ഈ ഒരു ചിത്രത്തിൻ്റെ സെക്കൻഡ് ഹാഫ് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം വെൽക്കം ടു അവർ മാഡ്നസ് എന്ന്. ആ ലെവലിലായിരുന്നു ഈ ഒരു ചിത്രത്തിൻ്റെ സെക്കൻഡ് ഹാഫ് ഒരുക്കിയിട്ടുള്ളത്. ഇനി ഇവരുടെ ഈ ലെവൽ എനർജിയുള്ള മറ്റൊരു ചിത്രം വരാൻ ചാൻസ് ഇല്ല. കാരണം ഇപ്പോൾ ഇവർ ഈ ചൈന ടൗൺ എന്ന ചിത്രം ചെയ്യുകയാണെങ്കിൽ ദിലീപേട്ടൻ്റെ പെർഫോമൻസ് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പവി കെയർ ടേക്കറിലെ ദിലീപേട്ടൻ്റെ പെർഫോമൻസ് ഏത് ലെവലിലാണോ പോയിട്ടുള്ളത് ആ ലെവലിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒന്നെങ്കിൽ അവരുടെ ഏജിനെ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ചിത്രത്തിൻ്റെ തിരക്കഥ അല്ലെങ്കിൽ കഥ പറഞ്ഞു പോകുന്നൊരു ടെംപ്ലേറ്റ് വേണം, അല്ലെങ്കിൽ നല്ലൊരു റീസൺ നൽകിയിട്ട് ഓവറാകാതെ മീറ്റർ പിടിച്ചുള്ള പെർഫോമൻസ് വേണം ഈ ഒരു ചിത്രത്തിൽ ചെയ്യാൻ. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഈ ഒരു ചിത്രത്തിലെ മറ്റൊരു ക്യാരക്ടറാണ് സുരാജേട്ടൻ്റെ ഒക്കെ ഏത് ലെവൽ എനർജിയുള്ള പെർഫോമൻസ് ആണ് ഈ ഒരു ചിത്രത്തിലുള്ളത്. ഒപ്പം തന്നെ ഇപ്പോഴും പുള്ളിയുടെ ഓരോ മീംസിലും ട്രോൾസിലും ഒക്കെ തന്നെ പുള്ളിയുടെ ആ ഒരു ഡയലോഗും ആ ഒരു റിയാക്ഷൻസ് ഒക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ ഡൗൺ ആയി പോകുന്ന പല സിറ്റുവേഷനിലും സുരാജേട്ടൻ്റെ കോമഡീസ് ഒക്കെ ബേസ് ആയാലും പെർഫോമൻസ് ബേസ് ആയാലും നല്ലൊരു ഹൈ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സുരാജേട്ടന് ഇത്രയും ലെവലിലല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു കോമഡി ചെയ്താൽ ഓവറാകാതെ ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചിട്ടുള്ള ഇപ്പോൾ ലേറ്റസ്റ്റ് പടക്കളം എന്ന ചിത്രത്തിലൂടെ പുള്ളി തെളിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം അന്ന് വലിയൊരു വിജയമൊന്നും നേടിയിട്ടില്ലെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. കാരണം ഈ ഒരു എനിക്ക് തോന്നുന്നു അന്ന് ഈ ഒരു മൾട്ടി സ്റ്റാർ ചിത്രങ്ങൾ വരുമ്പോൾ സ്ഥിരം ടെംപ്ലേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഒരു ക്രിസ്ത്യൻ ബ്രദേഴ്സ് അല്ലെങ്കിൽ 2020 ഇതിന് നല്ലൊരു ഇമോഷൻ ഭയങ്കര കേട്ടുമെടുത്ത കഥകളെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും എല്ലാവർക്കും ഭയങ്കര രീതി ഫാമിലി ഓഡിയൻസിനൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡയറക്റ്റ്ലി കണക്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ വെച്ചായിരുന്നു ആ ഒരു ചിത്രങ്ങളുടെയൊക്കെ കഥ പറഞ്ഞു പോയിട്ടുള്ളത്. ബട്ട് ഈ ഒരു ചിത്രത്തിൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മേക്കിങ്ങും ആ ഒരു കഥാ പശ്ചാത്തലവും ലൊക്കേഷനും ആ ഒരു മൊത്തത്തിൽ എടുത്തിരിക്കുന്നത് തന്നെ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എല്ലാവർക്കും ഒരുപോലെ ഈ ഒരു ചിത്രം അന്ന് കണക്റ്റ് ആവാതെ പോയത്. കൂടാതെ ഈ ഒരു ചിത്രത്തിൽ ഇപ്പോൾ ജയറാമേട്ടനും ദിലീപേട്ടനും ലാലേട്ടനും ഉണ്ടെങ്കിലും ഒരു പടി മുകളിലുള്ള സ്ക്രീൻ പ്രസൻസ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത് ലാലേട്ടനാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. ബട്ട് ഇത് ഈ ഒരു ചിത്രം കണ്ടപ്പോൾ പലവരും ഫാനായിട്ടുള്ളത് ദിലീപേട്ടൻ്റെയും സുരാജേട്ടൻ്റെയൊക്കെ ആയിരിക്കും. കാരണം അവരുടെ ഓരോ കൗണ്ടറായാലും പെർഫോമൻസ് ഒക്കെ തന്നെയായാലും എക്സ്ട്രീം ലെവലായിരുന്നു ഈ ഒരു ചിത്രത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് പഴയ ദിലീപേട്ടൻ, പഴയ ലാലേട്ടൻ അല്ലെങ്കിൽ പഴയ ജയറാമേട്ടൻ അവരുടെയൊക്കെ സിനിമകൾ വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവരുടെ സിനിമകളൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. അവരിപ്പോൾ ഈ ലെവലിൽ എന്തൊക്കെ ചെയ്താലും അതെല്ലാം ഭയങ്കര ക്രിഞ്ചും കോമഡിയൊക്കെ ആയിട്ട് ഭയങ്കര ട്രോളിലോട്ട് തന്നെ പോകത്തുള്ളൂ. അതൊക്കെ ഓരോ ടൈമിൽ വരുന്ന സിനിമകളൊക്കെ തന്നെയാണ്. അപ്പോൾ ദിലീപേട്ടൻ അന്ന് ചെയ്ത സിനിമകൾ പുള്ളി ഇപ്പോൾ ചെയ്ത അതത്രയും എറിച്ച് നിൽക്കണമെന്നില്ല. ഇപ്പോൾ നെസ്ലിനൊക്കെ അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ്. പുള്ളിയുടെ ആ ഒരു ഏജിന് പറ്റിയ സിനിമകൾ നല്ല രീതിയിൽ തന്നെ ചൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട് പുള്ളി. അല്ലാതെ ഇപ്പം മുതലേ ഇപ്പോൾ ലാലേട്ടൻ മമ്മൂക്കയൊക്കെ ചെയ്യുന്ന വേഷം ഇപ്പോൾ ചെയ്ത കോമഡി ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ ഇനിയും ദിലീപേട്ടൻ ലാലേട്ടൻ അല്ലെങ്കിൽ അവരുടെയൊക്കെ ആ ഒരു ഏജിനെ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ കോമഡീസും കാര്യങ്ങളും ഒക്കെ തന്നെ പെർഫോം ചെയ്ത് ഒരു മീറ്റർ പിടിച്ചുള്ള പെർഫോമൻസിലുള്ള സിനിമകൾ വരുവാണെങ്കിലും നമുക്ക് പഴയ ദിലീപേട്ടൻ, ലാലേട്ടൻ, ജയറാമേട്ടനൊക്കെ തന്നെ കാണാൻ പറ്റുമെന്നൊക്കെ തന്നെ ഉള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. കൂടാതെ അന്നത്തെ ബ്രാൻഡ് ഡയറക്ടറായിട്ടുള്ള റാഫി മെക്കാഡനായിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ഈ ഒരു ചിത്രത്തിന് എന്തായാലും അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. എന്നാലും എനിക്കറിയില്ല എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ചിത്രം പരാജയപ്പെട്ടത്. നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ചിത്രത്തിൽ വില്ലനെ പറ്റി പറയേണ്ട ഒരു കാര്യമാണ്. വില്ലൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് വെച്ചാൽ പുള്ളിയുടെ കുറേ ഡയലോഗും കാര്യങ്ങളും അല്ലെങ്കിൽ പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് കൊണ്ടൊക്കെ തന്നെ പുള്ളി കുറച്ച് സ്ട്രോങ് ആണ്. കൂടാതെ പുള്ളി കുറേ ആളുകളും സംഘങ്ങളും ഒക്കെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലവേ പുള്ളിയുടെ കൺട്രോളിലാണെന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു വില്ലനെ തന്നെ പ്ലേസ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ദിലീപേട്ടൻ അല്ലെങ്കിൽ അവർ 3 പേരും ഒറ്റയ്ക്കാണ്, പക്ഷേ ക്ലൈമാക്സിലെത്തുമ്പോൾ അവർ 3 പേരും ഭയങ്കര സംഭവമായി. പക്ഷേ വില്ലനൊന്നും അല്ലാതെ ലാസ്റ്റ് പുള്ളി അറസ്റ്റിലായി ജയിലിൽ പോകുന്നുമുണ്ട്. എനിക്ക് ഈ ഒരു ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് അത്ര ഓക്കെ ഫീൽ മാത്രമേ നൽകുകയുള്ളൂ. ക്ലൈമാക്സ് കൊണ്ട് നന്നാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈ പടം നന്നായതിനേയും തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ചിത്രത്തിലെ ജയറാമേട്ടൻ, ദിലീപേട്ടൻ, ലാലേട്ടൻ ഇവർക്ക് നല്ല രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ അവരെ കാണിച്ചു വന്നത് ഈക്വൽ സ്ക്രീൻ പ്രസൻസ് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള സ്പേസ് കൊടുത്താണ് വന്നിട്ടുള്ളത്. പക്ഷേ ക്ലൈമാക്സ് എത്തിയപ്പോൾ അത് മൊത്തത്തിൽ മാറി. ഇവർ 3 പേരിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ ലാലേട്ടനാണെന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ക്ലൈമാക്സ് വന്നപ്പോൾ നമ്പർ ഓഫ് ഫൈറ്റുകളൊക്കെ ആയാലും പിന്നെ സ്ക്രീൻ ടൈം ഒക്കെ കൂടുതലായാലും ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. ലാലേട്ടനെ ഫോക്കസ് ചെയ്ത് മാത്രം ഈ ഒരു ചിത്രത്തിലെ ക്ലൈമാക്സ് കൊണ്ടുപോയ പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന് വരെ 3 പേർക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് കുറച്ചുകൂടി ഒരു നല്ല രീതിയിൽ കുറച്ചുകൂടി ഒന്ന് വലുതാക്കി ഒരു ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഒരുക്കിയിരുന്നെങ്കിൽ പോലും നല്ലൊരു സിനിമ ആവേണ്ടിയിരുന്നെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ 3 പേരുടെയും കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ലെവലിൽ ഒരു ചിത്രം ഇനി വരുമോ എന്നുള്ള കാര്യം ഭയങ്കര ഡൗട്ടാണ്. ഇനി വരുമോ, കാരണം ആ രീതിയിലുള്ള സ്ക്രിപ്റ്റ് വൈസ് ഒക്കെ വന്നാൽ തന്നെ അത് മൊത്തത്തിൽ ഒത്തുവരാൻ പാട് തന്നെയാണ്. എങ്കിലും ഈ ഒരു കോംബോയെ ഭയങ്കര രീതിയിൽ തന്നെ മിസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു കോംബോയിൽ ഒരു ചിത്രം വന്നാൽ ഭയങ്കര ഒരു വിജയമാകട്ടെ ആവുമെന്നൊക്കെ തന്നെയുള്ള പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഈ ഒരു ചിത്രത്തിന് ശേഷം ഇവരുടെ ഈ ഒരു കോംബോയിൽ പിന്നീട് മറ്റൊരു ചിത്രം വന്നിട്ടുള്ളൂ എന്നൊരു കാര്യം ഡൗട്ടാണ്. വന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവരുടെ ഒരു കോംബോയിൽ ഈ ഒരു ചിത്രം വരട്ടെ എന്നൊക്കെ തന്നെയുള്ള ഒരു പ്രതീക്ഷയൊക്കെ തന്നെയുണ്ട്. മൊത്തത്തിൽ ഓവറോൾ എനിക്ക് ഈ ഒരു ചിത്രം കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് ഒരു പക്ക എൻ്റർടൈനർ എന്ന നിലയിൽ ഒരു കിഡിലെ സിനിമ തന്നെയായിട്ടാണ്. ഈ ഒരു സിനിമയെക്കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടുള്ള എൻ്റെ പേഴ്സണൽ
പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക.